ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ റൂബിയുടെ നെക്ലസ്സുകൾ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. റൂബിയുടെ നെക്ലസ്സുകൾ കളക്ഷൻ വളരെ കുറവാണ്, എന്നാലും ഞാൻ വിചാരിച്ചു ഉള്ളത് വെച്ച് കാണിക്കാം. ഇനിയിപ്പോൾ പ്ലേറ്റ് ചെയ്ത് വരാൻ കുറേ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ തന്നെ നമ്മളുടെ പഴയ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റൂബിയുടെ നെക്ലസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പറയാം. ഇതിപ്പോൾ പ്ലേറ്റ് ചെയ്ത് വന്നത് സ്റ്റോക്ക് വളരെ കുറവാണ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കണ്ടത് ഡംബൽസാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ 2-3 ദിവസം ചെയ്ത പോലെ തന്നെ ആദ്യം ഇതിൻ്റെ ഫോട്ടോസും പിന്നീട് അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പമാണ്. അതുപോലെ ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടമായെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ പതുക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടി ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം ഇതിപ്പോൾ കാണുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ മെയിൻ ചാനലിലാണ് പറയാറ് ഇന്ന ചാനലിലുണ്ട് എന്നുള്ളത്. പിന്നെ അറിഞ്ഞു വരണല്ലേ ഉള്ളൂ. കുറേ നാൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തതുകൊണ്ട് അതിൻ്റേതായ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. എന്നാലും കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ഇത്. റൂബി കഴിഞ്ഞ് പിന്നെ റൂബി വൈറ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ റൂബി വൈറ്റ് കഴിഞ്ഞാൽ പിന്നെ മൾട്ടി കളറും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒറ്റ വീഡിയോയിൽ അതങ്ങോട്ട് അവസാനിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ കമ്മലും കൂടി ഞാനിതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും ഒട്ടും പറ്റിയില്ല. കാരണം 10-12 ബോക്സുകളുണ്ട്. റൂബി വൈറ്റ്, റൂബി ജെയ്ഡ്, അങ്ങനെ കുറേ ബോക്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കമ്മലുകൾ ഇതിൽ മുഴുവൻ ആഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ കുറച്ച് സ്റ്റഡുകൾ മാത്രം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ബാക്കി കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോസ് കാണാം. അപ്പോൾ ഇത് നമ്മുടെ റൂബിയുടെ ഡംബൽസ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഡംബൽസ് എന്ന് പറയുമ്പോൾ വലിയ മണി തൊട്ട് പിന്നിലേക്ക് ചെല്ലും തോറും ചെറിയ മണി വരുന്നതാണ് ഡംബൽസ്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. ഇത് അതിൻ്റെ റൂബിയാണ്. അതുപോലെ തന്നെ കമ്മലുകൾ, സ്റ്റഡ് നിങ്ങൾക്കറിയാമല്ലോ. ഇതിൻ്റെ വൈറ്റ് കണ്ട അതേപോലെ തന്നെ 3 സ്റ്റെപ്പിലും. അത് ഞാൻ ഇന്ന് വീഡിയോ എടുത്തതിലില്ല, എന്നാലും അങ്ങനെയാണ് കേട്ടോ. അതുപോലെ ഇത് ലവ്, ഇതിൻ്റെയും സെയിം കമ്മലുണ്ട്. കമ്മൽ എന്ന് പറഞ്ഞാൽ ഒക്കെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ കമ്മലുണ്ട്. അപ്പോൾ ഇത് റൂബി. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഇഷ്ടമായെങ്കിൽ ലവിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, പിന്നെ സ്പ്ലിറ്റ് ബാംഗിൾസ് ഉണ്ട്. ഒക്കെ ഇതിൻ്റെ സെറ്റായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളുടെ കുറച്ചും കൂടിയും എന്താ പറയുക, ഹെവി ആയിട്ട് നമ്മുടെ ലാച്ചയുടെ കൂടിയോ അല്ലെങ്കിൽ മന്ത്രകൂടി സാരിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒറ്റ മാല ഇടില്ലേ, അങ്ങനത്തെ ഒരു മാലയാണ്. നല്ല എന്താ പറയുക, നല്ല സ്റ്റോണാണ്. അങ്ങനെ ഉള്ളൊരു ഹെവി മാലയാണ് കേട്ടോ. ഹെവി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ വീതിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിറച്ച് സ്റ്റോൺസും ബീഡ്സൊക്കെ കൂടിയിട്ടുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ മന്ത്രകൂടിക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു മാലയാണ്. ഇങ്ങനെ എന്താ പറയുക, ബോഡിയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കെടുക്കുക എന്ന് പറയില്ലേ, പറ്റിക്കെടുക്കുന്ന നല്ലൊരു തരം മാലയാണ്. അപ്പോൾ ഇതും പട്ടുസാരിയുടെ കൂടെയാണ് ഏറ്റവും ഭംഗിൻ്റെ ആവട്ടോ. ഇതൊക്കെ പിന്നെ നോർമൽ മറ്റേ റൂബി വൈറ്റാണ്. അത് നമ്മളുടെ സാധാരണ ഇപ്പോൾ ചുരിദാർ ഇടാനായാലും ഗൗണിനായാലും ഇപ്പോൾ കുട്ടികൾക്കായാലും ആർക്കായാലും ഇടാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഇറക്കത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇറക്കത്തിൽ നമുക്ക് ഒരു 8 പിടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണക്കറിയുണ്ടാവില്ല. തലയിൽ കൂടെ കഴുത്തിൽ കൂടെ ഇട്ട് ഊരണതാണ് 8 പിടി കേട്ടോ. അപ്പോൾ ഇതിന് ഇതേ കമ്മലുണ്ട്, സെറ്റ് കേട്ടോ, കുട്ടി കമ്മൽ. അപ്പോൾ ചിലതിന് സെറ്റ് കമ്മലുണ്ടാവും, അല്ലാത്തതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ, ഒരു വെറുതെ ഒരു ബോളും പിന്നെ ഒരു റൗണ്ടായിട്ടുള്ള റൂബി വൈറ്റ് ഉള്ള സംഭവം. അങ്ങനെ എന്താ പറയുക, അതും ഒക്കെ നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ. ഇതൊക്കെ നമ്മുടെ സാരിക്കായാലും ചുരിദാറിനായാലും പിന്നെ ഗൗണിനായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതും റൂബി വൈറ്റ് തന്നെയാണ്. റൂബി വൈറ്റിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട്. റൂബിയുടെയാണ് ഞാൻ പറഞ്ഞത് സ്റ്റോക്ക് ഒന്ന് തീർന്നിരിക്കുക എന്നുള്ളത് പറഞ്ഞത് കേട്ടോ. പിന്നെ ഈ വൈറ്റ് ഇഷ്ടം പോലെ വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി കുർബാന സ്വീകരണത്തിൻ്റെയും പിന്നെ കല്യാണങ്ങളുടെയൊക്കെ സീസണാണ്. അപ്പോൾ സ്വർണ്ണത്തിന് ഇമാതിരി വില കൂടിയിരിക്കുന്ന സമയത്ത് ഒരുവിധം എല്ലാവരും അന്നത്തെ ഒരു ദിവസം ജസ്റ്റ് ഗൗണിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണല്ലോ. ഇപ്പം അങ്ങനെ ആരും സ്വർണ്ണം ഇട്ട് നടക്കുന്നവരില്ല. ഇപ്പോൾ നമ്മളുടെ കുട്ടികളടക്കം അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ളതാകുമ്പോൾ മാറി മാറി എത്രണ്ണം വേണമെങ്കിൽ ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച് ഈ നെക്ലസിൻ്റെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡ്രസ്സിൻ്റെ കൂടെയും വേണമെങ്കിൽ യോജിച്ച് പോവും. പിന്നെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വട്ടം എന്താ പറയുക യൂസ് ചെയ്ത് ഒന്ന് കളർ പോയി കഴിഞ്ഞാൽ അത് കളയേണ്ട കാര്യമില്ല. ഇത് റീപ്ലേറ്റ് ചെയ്ത് എത്ര വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ കല്ലിനായാലും കല്ല് പൂവ് എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കല്ല് വയ്ക്കാം. അതിപ്പോൾ നമ്മളുടെ അവിടെ അല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലും തട്ടാന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ ജ്വല്ലറികളിലോ എവിടെ കൊണ്ടുപോയാലും കല്ല് വയ്ക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ
ജ്വല്ലറിന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്വർണ്ണക്കടയല്ല കേട്ടോ. ഇതിൻ്റെ തന്നെ കടകളുണ്ടാവും. ഇപ്പോൾ സ്വർണ്ണക്കടയിൽ പോയാലും പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് കല്ല് വെച്ച് തരും. പക്ഷേ അതിനങ്ങനെ ആരും മെനക്കെടാറില്ലല്ലോ. നിങ്ങളതൊന്നും ആലോചിക്കേണ്ട. നമ്മൾക്ക് തന്നെ നമ്മളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തന്നാൽ നമ്മളതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ കഴിച്ച് തിരിച്ചു തരും. എത്ര വർഷം കഴിഞ്ഞാലും നമുക്കിത് പ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സ്റ്റോൺസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മെറ്റീരിയലാണ്, സ്റ്റോണല്ല മെറ്റീരിയലാണ്. അങ്ങനെ ഇതൊക്കെ ഇതിപ്പോൾ ഇത് ഗ്രീനും വൈറ്റും റൂബിയും കൂടി ഇതാ മൾട്ടി കളർ എന്നാണ് ശരിക്കും പറയുക അതിനെ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ സ്റ്റഡുകളുണ്ട്. ഇതിൻ്റെ മീൻസ് ഈ മാലയുടെ അല്ല, ഇതിൻ്റെ വെറൈറ്റി സ്റ്റഡുകളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാ ഇപ്പോൾ വളരെ ചെറിയ വീഡിയോ 5 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സ്റ്റഡും കൂടി കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടു എന്ന് തോന്നണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ ലവിൻ്റെ സ്റ്റഡാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ നെക്ലസ്, അതിന് വേണമെങ്കിൽ ചേരും. ഇത് നമ്മുടെ സൂഫിയുടെ, ഇത് ഫുൾ റൂബിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമ്മളുടെ എന്താ പറയുക 2 പീസാണ്. ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഫോട്ടോസ് പിന്നെ വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ എല്ലാവരും പറഞ്ഞു കുറച്ചും കൂടി സൗകര്യമായിട്ട് കാണാൻ. അപ്പോൾ ഇത് 2 തരാണത്, ഒന്ന് സ്ക്വയറും ഒന്ന് റെക്റ്റാങ്കിളും. അങ്ങനെയാണ് ഒന്ന് സൂഫിയും ഒന്ന് സ്ക്വയറും കേട്ടോ. ഇത് പിന്നെ ലവ് നിറച്ച് ഗ്രില്ലൊക്കെ ആയിട്ട് പ്രത്യേക ഭംഗിയുണ്ട്. ഇത് ലവ് ഫുൾ മറ്റേ എന്താ പറയുക സ്റ്റോൺസ് ആയിട്ടുള്ളത്. ഇത് സ്ക്വയറിൻ്റെ ചുറ്റും ചെറിയൊരു ഗ്രില്ല്. ഇതിൻ്റെ തന്നെ വൈറ്റ് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു കമ്മലാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഗോൾഡിൽ കാണുന്ന ഡിസൈൻസാണ് ഇത് മൊത്തം. ഇതിനൊരു ചെറിയ ഒരു കൗതുകം ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഇങ്ങനെ മണികൾ ഞാന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ മറ്റേ ഫോട്ടോസിൻ്റെ വീഡിയോസാണ്. അതായത് ആദ്യം ലവിൻ്റെ കാണിച്ചു. ഇത് നമ്മുടെ സൂഫിയാണ്. ഇതിൻ്റെ ലോക്കറ്റ്, സ്പ്ലിറ്റ് ബാങ്കിൾ ഒക്കെ ഉണ്ട് നമ്മളുടെ കയ്യിൽ കേട്ടോ. മോതിരം ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ പറയാം. ഇത് ഞാൻ പറഞ്ഞില്ലേ 2 പീസാണ്. ഇത് പ്ലേറ്റ് ചെയ്യാത്ത ഐറ്റമാണ് കേട്ടോ. അതാണ് ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാം. സോറി, ഇത് പിന്നാണ്, പിൻ ടൈപ്പാണ്. ഇത് ഇങ്ങനെ ഊരിയെടുത്തിട്ട് സ്റ്റഡ് ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ കാതിലിങ്ങനെ സൈഡിലിങ്ങനെ പറ്റി കിടക്കും കേട്ടോ. അങ്ങനെ ഫാൻസി ആയിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്, അവർക്ക് ചേരും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ആകെ 2 പാറ്റേണുള്ളൂ. ഒന്ന് റൂബിയും ഒന്ന് റൂബി വൈറ്റും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടണില്ല കേട്ടോ. ഇത് നമ്മുടെ സ്ക്വയർ. നേരത്തെ ഞാൻ സൂഫി കാണിച്ചു തന്നത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇത് സ്ക്വയർ. അപ്പോൾ അത് തിരിച്ച് കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ലവ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിന് ആകെ മൊത്തം ഗ്രില്ലായിട്ട് ചുറ്റും മാത്രം സ്റ്റോൺസായിട്ട് ഇടയിലും കൂടി ഒരു ലവ് ആയിട്ടുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ. ഇത് പിന്നെ ഫുൾ സ്റ്റോൺസായിട്ട് നല്ല എന്താ പറയുക തേനീച്ചക്കൂട് പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു ലവിൻ്റെ കമ്മലാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ഉണ്ടായിരുന്നു, ഇത് സെയിം. അപ്പോൾ ഇന്ന് 2 പെയർ ഇതിൻ്റെ വൈറ്റ് പോയിട്ടാകും. അപ്പോൾ ശരിക്ക് വ്യൂസ് വളരെ കുറവാണെങ്കിലും എൻക്വയറി നടത്തിയവരൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ കുറേ പേര് നമ്മളുടെ വീഡിയോസ്, നമ്മളുടെ ദിവസം ഇടുന്ന വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്നും കുറേ പേര് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മളുടെ ഇത് വാങ്ങിച്ചവരാരും ഒരു എതിരഭിപ്രായം പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ക്യൂട്ടാന്ന് പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു മണി ഇങ്ങനെ കിടന്ന് ആടുന്ന ഒരു പാറ്റേണാണ്. അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെ നമ്മളുടെ കമ്മലുകളാണ് കേട്ടോ. റൂബി സ്റ്റഡ് 9 ബോക്സാണുള്ളത്. ഇത് പിന്നെ നമ്മളുടെ ഡംബൽസാണ്. 4 സൈസിലാണ് വരുന്നത് കേട്ടോ. ഒന്ന് നല്ലോണം വലുത്, പിന്നെ മീഡിയം, പിന്നെ ചെറുത്, പിന്നെ കുട്ടി. 3ഉം 4ഉം ശരിക്കും ഏകദേശം ഒരു സൈസാണ് കേട്ടോ. ഇത് അതുമ്പോൾ തന്നെ ഒരു ഗ്രില്ലായിട്ടുള്ള പാറ്റേണാണ്. ഇത് കുറച്ച് ഓവലായിട്ടുള്ളത്. പിന്നെ നമ്മൾ ലവൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഇതുപോലെ നിറച്ച് മുത്തുള്ള പാറ്റേൺ. ഇത് കണ്ടു, ഇത് ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ മാലകളുടെ കൂടെ. ഈ പൂവുണ്ടല്ലോ, ഈ പൂവ് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. കുട്ടികളുടെ കാതിലായാലും അത് കിടക്കണ കാണാനായിട്ട് ഭയങ്കര ഭംഗി. ആ 2 പൂവിൻ്റെ കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അധികം ഭാഗം കൊണ്ട്. പിന്നെ കോളേജ് സ്റ്റുഡൻസിനായാലും അത് കാണാൻ നല്ല ഭംഗി, ഒരു പൂവും ഇലയൊക്കെ ആയിട്ട് നല്ല രസമാട്ടോ. അപ്പോൾ അതുപോലെ ഇതൊക്കെ പട്ടുസാരികൾക്കൊക്കെ ഇടാവുന്ന പോലെയാണ്. ഇതൊക്കെ അങ്ങനത്തെയാണ്, ഒക്കെ റൂബിയാണ്, ഫുൾ റൂബിയുടെയാണ് ഈ കാണിക്കുന്ന കമ്മലുകൾ മൊത്തം. അപ്പോൾ ചിലർ റൂബിക്ക് പകരം പിങ്ക് സ്റ്റോൺ ഉണ്ടോ എന്ന് ചോദിക്കും. എന്നാലും എനിക്ക് മനസ്സിലാവും പിങ്ക് സ്റ്റോൺ എന്ന് ഉദ്ദേശിക്കുന്നത് റൂബിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റൂബി വൈറ്റ് അല്ലെങ്കിൽ റൂബി വൈറ്റ് മൾട്ടി കളർ ഗ്രീനും കൂടി ആയിട്ടുള്ളത്
അതൊക്കെ നമ്മളുടെ കയ്യിൽ അവൈലബിളാണ്. നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതുപോലെ കാണിച്ചു തരാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി നിങ്ങൾ കണ്ടില്ലേ 9 ബോക്സാണുള്ളത്. ഇത് നമ്മളുടെ 4 ഷേപ്പാണ്. ഇത് രണ്ടാമത് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വട്ടമുണ്ട് ചതുരനുണ്ട്. പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ ഒരുപോലെ തോന്നും, അങ്ങനെയല്ല. അപ്പോൾ ഇത് പേളൊക്കെ ഉണ്ട് കേട്ടോ. ഈ റൂബിയുടെ അതിൽ പേളുണ്ട്, പിന്നെ വൈറ്റൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ കയ്യിലുള്ള റൂബിയുടെയും മൾട്ടി കളറിൻ്റെ മാലകളും. കമ്മലുകൾ വളരെ കുറവ്, ഞാൻ പറഞ്ഞില്ലേ 9 ബോക്സിൽ 3 ബോക്സാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ. ഇനിയുള്ളതിൽ നിറച്ചാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണുന്നത് വരെ ബൈ.